വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ. ഓക്കെ, സുഖായിരിക്കുന്നോ? വെരി ഓക്കെ. ഇവിടെ എന്ത് കോഴ്സാ ചെയ്തിട്ടുണ്ടായിരുന്നത്? കോപ്പറേറ്റീവ് ഓഫീസർ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെയായിരുന്നു? ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ? ഓൺലൈനായിട്ട്. ഓക്കെ, ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ? കുഴപ്പമില്ല. ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചോദിച്ചറിയാലോ. ഓക്കെ, എന്നിട്ട് ജാബ് സെക്ഷനിൽ കയറാറുണ്ട് അല്ലേ, ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്? ഉം, ഉം. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യാ? ഇന്റേൺഷിപ്പ് ആണോ, വർക്ക് ചെയ്യാണോ? അല്ല, ഇപ്പൊ പിന്നെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞൊരു BLM അതിന്റെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞിട്ടൊരു കമ്പനിക്ക് തൃശ്ശൂർ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ? അവര് ഇല്ല കുഴപ്പമില്ല, അത് അങ്ങനെ പാസ്സായിട്ടുണ്ട്. ഇനി അത് അവര് ട്രെയിനിങ്ങും കാര്യമൊക്കെ തരാ പറഞ്ഞു. ഓക്കെ, ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഐ മീൻ ഇത് വർക്കിംഗ് ഓൺലൈൻ ഓൺലൈൻ ഓൺലൈനായിട്ട് തന്നെ. ഇരുന്നിട്ട് തന്നെ വർക്ക് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് വീട്ടിന്ന് ചെയ്തപ്പോ പുറത്തു ടെൻഷനും പോകാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? പറ്റാത്തോട്ടൊക്കെ ടൈമല്ലേ. ടെൻഷൻ ടൈമായപ്പോ ഉണ്ടായിരുന്നോ? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നോ ഫസ്റ്റ് ടൈം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ? എന്തായിരുന്നു എക്സ്പീരിയൻസ്? ഒരു ധൈര്യം. പിന്നെ എവിടേക്ക് ഇന്റർവ്യൂക്ക് പോകാൻ ഫസ്റ്റ് ആയിട്ട് പോകുമ്പോ ഭയങ്കര ഒരു പേടിയായിരുന്നു. ചെയ്യണോ വേണ്ടേ, എന്തൊക്കെ ചോദിക്കുക, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പൊ പിന്നെ ഇനിയിപ്പോ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഒന്ന് നോക്കണം, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം. ഒരു അപ്പൊ ധൈര്യം രണ്ടും കിട്ടിയില്ലേ? പോവാതിരുന്നിരുന്നു. ദൂരായിട്ട് ഒന്ന് ഉം. എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു, ഒന്ന് ആലുവ. അപ്പൊ ഉം. രണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഇത് ആ ബസ്സിൽ നേരിട്ട് പോയിട്ട് അങ്ങനെ ഉമ്മാനെ കൂട്ടി ഇങ്ങനെ പോയി. ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത്? ഇനി ഇന്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ധൈര്യമുള്ള പോലെ ഉണ്ട്. ഫസ്റ്റ് ടൈം കഴിഞ്ഞില്ലേ. ഓക്കെ ഓക്കെ. എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത് മൂസീന? ക്വാളിഫിക്കേഷൻ ഞാന് എന്തായിരുന്നു? +2 ഡിഗ്രി ഫസ്റ്റ് ഇയർ ഉള്ളൂ പോയിട്ട്, പിന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, പ്ലസ് ടു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ പോയിട്ട്. കോഴ്സ് എടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നോ? ഇല്ലല്ല, പഠിച്ചെടുക്കാൻ ഇതൊക്കെ ഭയങ്കര പറ്റിയിരുന്നല്ലേ? താല്പര്യം തന്നെയാണ്. ഓക്കെ ഓക്കെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ പറ്റാതായിട്ട് അങ്ങനെ പഠിപ്പൊക്കെ നിർത്തിയതായിരുന്നു. ഓ ഫസ്റ്റിൽ ഉമ്മാക്ക് സുഖമില്ലാത്തതൊക്കെ ആയപ്പോ ഓക്കെ പോയി ഓക്കെ. ചെയ്യാനൊക്കെ നമുക്ക് ഭയങ്കര പ്രയാസം. അങ്ങനെയാണ് ഓൺലൈൻ കോഴ്സ് തെരഞ്ഞെടുത്തത് അല്ലേ? എങ്ങനെയാ അവോധനെ കുറിച്ച് അറിഞ്ഞത്? അത് ഞാനിതൊരു മെസ്സേജ് കണ്ടിട്ട് അങ്ങനെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയതായിരുന്നു. ഓക്കെ ഓക്കെ. അതിനെ ആദ്യം പറ്റി ഒന്നും കേട്ടപ്പോ അറിഞ്ഞിരുന്നില്ല. അവോദാന്ന് കേട്ടിരുന്നു, പക്ഷെ എത്ര കോഴ്സുകൾ ഉണ്ടെന്നും അങ്ങനൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ അറിഞ്ഞിരുന്നു. പിന്നെ അത് നമ്പർ തന്നിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അപ്പൊ അങ്ങനെ ജോയിൻ ആയത്. ഓക്കെ കൊറേ ഓക്കെ. അങ്ങനെ ഫേക്ക് ആയിട്ടുള്ള കൊറേ കാര്യം പേരിട്ട് നമുക്ക് അപ്പൊ ഒക്കെ അന്വേഷിച്ചിട്ട് നോക്കിയിരുന്നത് യൂട്യൂബിലൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഇപ്പൊ ഓൺലൈനായിട്ട് ജോബും ചെയ്യാൻ പറ്റി, കോഴ്സും എടുക്കാൻ പറ്റിയല്ലോ അല്ലെ? ഉം. ഓക്കെ ഓക്കെ. നമ്മുടെ അബോധയില് 40ഓളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ജാബ് സെക്ഷൻ ഉണ്ട്, അത് ത്രൂ അല്ലേ ജോബ് കിട്ടിയത്, ഇപ്പൊ ഇന്റേൺഷിപ്പ് കിട്ടിയത്? ആ, കോണ്ടാക്ട് ഓക്കെ. ചെയ്തിട്ട് ഒരു മെസ്സേജ് അയച്ചതായിരുന്നു ജോബിന്റെ ഒരു. ആണോ? ഓക്കെ ഓക്കെ. നമുക്കൊരു ചാറ്റ് സെക്ഷനും കൂടി ഉണ്ട്. അപ്പൊ അതിലിപ്പോ എന്തെങ്കിലും ക്ലാസ് കേട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഡൗട്ടും ക്ലിയർ ചെയ്യാവുന്നതാണ് ആ സെക്ഷനിൽ. അതുപോലെ തന്നെ നമുക്ക് ജോബ് ഐഡീസ് കളക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജാപ്പിൽ കയറി കഴിഞ്ഞാൽ അവരെ ജോബിന്റെ കാര്യങ്ങളും നമുക്ക് ചെറിയൊരു ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ 5 വർഷം വരെ വാലിഡ് ആണ്. ഇത് അപ്പൊ ഓ, ആ ചോദിച്ചോളൂ. അല്ല, അതന്നെയായിരുന്നു നമ്മളിപ്പോ പഠിച്ചിറങ്ങിയിട്ട് എത്രയും കാലാവധി ഉണ്ടോന്ന് ഉം. ചോദിക്കാനായിരുന്നു. അല്ല, നമുക്ക് അതില് പഠിച്ച ജോയിൻ വീഡിയോ ചെയ്യാം. അല്ല, നമുക്ക് ഈ ജാബ് സെക്ഷൻ 5 വർഷം വരെയാണ് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത്. അപ്പൊ 5 വർഷത്തിനുള്ളിൽ നമുക്ക് ഏതൊരു ജോബ് ആയിട്ട് വേണം, എത്ര ജോബിന് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഒരു ജോബ് നമുക്ക് ചേർന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടുത്ത ജോബിന് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ നോക്കണുണ്ട് ചെയ്യാൻ ഇനി ഇപ്പോഴും എന്തെങ്കിലും നോക്കി വെക്കും. ഇപ്പൊ എന്തായാലും കേറിയിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഏതെങ്കിലും നല്ല ആ ജാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കിയാൽ മതി. അപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാലോ. പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ സാറ്റർഡേസും മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പോ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ അവധിയിൽ 40ഓളം കോഴ്സുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ മുസീനക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തും ഇനി പഠിക്കാൻ പോകുന്നവരുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതന്നെ നമുക്ക് ഒരു ക്ലാസ് കേട്ടാല് അതില് അപ്പൊ തന്നെ നമുക്ക് എല്ലാ ഡൗട്ടും ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. അത് നല്ലൊരു കാര്യമാണ്. ഡൗട്ട് ക്ലിയറൻസ് ഭയങ്കര നല്ലൊരു സെക്ഷനാണ്. ഓക്കെ. പിന്നെ ഇന്റർവ്യൂ നമുക്ക് ഇതിൽ തന്നെ ജോബ് കിട്ടുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നമ്മൾ വേറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. ഓക്കെ മൂസീന, ഇത്ര നേരം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.